രൂപത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് ഒട്ടും യാദൃശ്യമല്ല, തികച്ചും മനഃപൂർവ്വമാണ്. നിങ്ങളുടെ അനുഗ്രഹ ആശംസകളോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകത്തിന്റെ പേര് വടംവലി. ഹാപ്പി ഓണം. അതെ, 22 ഈ മാസം. കഴിഞ്ഞ ഓണം പോലെ ആവുമോ? ലവൻ ഈ പിടിച്ച് നടക്കുന്നു. എവിടുന്ന് എന്ത് പ്രോഗ്രാംസ്? അസോസിയേഷന്റെ ഫണ്ടിനെങ്ങാനും കൈവച്ച. ഇവൻ ബാഹുൽ. ക്ലബ് ഹൗസ് മുഴുവൻ ഇവന്റെ തലയിലാണെന്നാണ് ഇവന്റെ വിചാരം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇവനല്ല ഇപ്പോഴത്തെ സെക്രട്ടറി. ഹാപ്പി ഓണം. അതെ അതെ, 28-ന് കണ്ട ആപ്പ് ഉപ്പ നടത്തണ പോലെ ആക്കാൻ പറ്റുമോ? നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ? പിന്നെ സദ്യ ഉണ്ട്. കഴിഞ്ഞ തവണ ഒരു ഓണക്കമ്മിറ്റി പോലും നടത്താതെ വൺമാൻഷായിരുന്നില്ലേ? അതെ അതെ, വെറുതെയാ. ഗഡി വണ്ടി പുതിരണം വാങ്ങിട്ടാ അവന്റെ ഒരു ചോന്ന പോടും. ഇവൻ മനീഷ്. ആശാൻ എന്നാണ് എല്ലാരും വിളിക്കുക. വർഷങ്ങളായി സെക്രട്ടറി ആകാൻ ഉടുപ്പ് തുന്നിയിരിക്കുമായിരുന്നു. പുല്ല് തിന്നയില്ല, തീറ്റിക്കയില്ല. അതാണ് ഇവന്റെ ഒരു ലൈൻ. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇവനാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. രംഗം 1, രാവിലെ 9 മണി. എവിടെ എത്തി? പേട്ട പേട്ട നേരെ പോല്. പാലം കിടന്ന് ഫസ്റ്റ് യു ടേൺ, ആദ്യത്തെ ലെഫ്റ്റ്. വല്ല സൈൻ ബോർഡ് ഉണ്ടോ? സൈൻ ബോർഡ് ഒന്നും ഇല്ലടാ. ഞാനിപ്പോ പൊട്ടിപ്പോലെ റോളാണുണ്ട്. അത് തന്നെ. എന്റെ പൊന്നളിയാ, ഈ കണ്ടത്തിലൂടെ ആടാ. ഹാ, നീ കേറി വാടാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ. രംഗം 2, രാവിലെ 9:30. അളിയാ, സണ്ണിക്കുട്ടാ, നിനക്ക് ഫ്ലാറ്റ് നമ്പർ ഓർമ്മയുണ്ടായിരുന്നോ? എവിടുന്ന്? അപ്പൊ ഗേറ്റിലൊന്നും ചോദിച്ചില്ലേ? ഗേറ്റിലോ? ഇല്ലടാ, എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ ആരെയും കാണുന്നില്ല അവിടെ. അപ്പൊ നിന്റെ കാറ് ദേ അവിടെ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. കർത്താവേ, എവിടെ? ശർമാജിയുടെ കണ്ണുപെടലേ. ഓ, തൊലഞ്ഞു. ഫോട്ടോ എത്തിയല്ലോ. ഡാ, നിന്റെ റെഡ് സ്വിഫ്റ്റ് ആണോ? അതെ. താങ്ക്സ് അളിയാ. എന്റെ കാർ പാർക്കിങ്ങിൽ ആരോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടോ? ഒരു സെക്യൂരിറ്റി ഉണ്ടോ? യു ആർ റൈറ്റ്. ഏതായാലും നീ ഇനി ഓണം കൂടിയിട്ട് പോയാ മതി. കിടു ലൊക്കാലിറ്റി, റിവർ സൈഡ്, പൂള്, നല്ല കാമ ഏരിയ ഉണ്ടോ? അതെ അതെ, വാ ഒന്ന് കറങ്ങിട്ട് വരാം. രംഗം 3, രാവിലെ 10 മണി. പാട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓണപ്പരിപാടിയല്ലേ, കൂടാണ്ട് സ്ഥിരമായി വെറുപ്പിക്കുന്ന കുറെ കിളവന്മാരുടെ ഡാൻസും ഉണ്ട്. വാ കാണിച്ചു തരാം. ഹായ് സിജു. ഇവൾ മോണിക്ക. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ UDC കുമാരിയാണ്. പ്രായഭേദമന്യേ എല്ലാ ആണുങ്ങളുടെയും ചങ്കിടിപ്പ്. ഹായ് മോണിക്ക കുട്ടി. മോണിക്ക കുട്ടിയാ? നീ കേട്ടോ ഈ ആശാന്റെ ഒരു കാര്യം? എന്റെ പേരിലാ ഡാൻസ്. മോള് ഡാൻസ് കളിക്കുന്നില്ലേ? അയ്യോ ഞാനോ? ഒന്ന് പോ സിജു. അപ്പൊ ശരി, ബൈ. അത് പോയി വാ. രംഗം 4, രാവിലെ 10:30. പോഞ്ഞി, ഇത് 8ാമത്തെ തവണ കേട്ടാ. തന്നെ കൊണ്ട് പറ്റൂല്ലോ. ആശാനെ, അങ്ങനെ പറയരുത്. ഇത്തവണ ശരിയാക്കാം, ഉറപ്പ്. പാട്ടടാ. എന്റെ ചേട്ടാ, ഇത്രേ ഉള്ളൂ, ഇങ്ങനെ കാണിച്ചാ മതി. ഡാ, നീ ഒന്നും കാണിച്ചേ. പോലെ പോലെ. ഇത് മതി, ഇത് മതി. യു ആർ സെലക്ടഡ്. അപ്പൊ ഞാനാ? താൻ വീട്ടിൽ പോടും. ആ പാട്ട് വെച്ചേ. മോനെ, നീ ആള് കൊള്ളാലോ. ഏതാ ഫ്ലാറ്റ്? ഏയ്, ഞാൻ ഗസ്റ്റാ. ഗസ്റ്റോ? ആശാനെ, ബൈലോയില് ഒന്ന് പോയതാ. അതൊക്കെ ഓക്കെയാണ്. നമ്മുടെ പയ്യനാ എബി. നിന്റെ ഗസ്റ്റാ? മോനെ PPC
നീ ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ തവണ പൂളിന്റെ പ്രശ്നത്തിൽ ഗ്രൂപ്പ് കയറി നീ നൈസായിട്ടും തേച്ചുട്ടാ. ആശാനെ അങ്ങനൊന്നുമില്ല. എബിക്കുട്ടാ, നമുക്ക് ഓരോ നാരങ്ങളും കച്ചിയാലോ? അയ്യോ, ഞാൻ ഫ്ലാറ്റിലേക്കൊന്നുമില്ല. ഫ്ലാറ്റിലാ പോഞ്ഞേ? ഇപ്പോഴോ? എപ്പോഴും. ഏതാണ് കാറ്? രംഗം 5 രാവിലെ 11 മണി. എടി, ആ കസേരയിട്ടിരിക്കണ ക്ലാപ്പനൊക്കെ ഉണ്ടാ? അവനാണ് ബാഹുൽ, ഇവിടുത്തെ മുൻ സെക്രട്ടറി. കൂടെ വെക്കുന്നതാണ് അവന്റെ വാല് GK. രണ്ടും ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ ക്ലാപ്പൻ? ഇപ്പോഴത്തെ നീ വാ. പുള്ളിയാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അടിപൊളി. അളിയോ, രാവിലെ തന്നെ തുടങ്ങിയില്ലേ? പിന്നെ ഒരാളും വേണ്ടേ? GK ഒരെണ്ണം അടിക്കടാ. ആ, ഒന്ന് സെറ്റായിരിക്കാം. അയ്യോ, കോള മാത്രമേ ഉള്ളൂ. ഓ, ആ ഇപ്പഴാ ഓർത്തെ. പൂക്കളം തിരക്കുണ്ട്. ഉണ്ടോ? തിരക്കുണ്ടോ? അപ്പൊ ശരി. എബി, നീ കോള് വിളി, ഞാനിപ്പോ വരാം. ഇതാരാ? നമ്മുടെ ആളാ എബി. ആഹാ, GK ഒഴിക്കണം. എനിക്കും വേണ്ട. കോളയാ? അപ്പൊ ഇതോ? അപ്പൊ തുറന്നല്ലേ? ഹാപ്പി ഓണം. മോനെ എബി, ആ പോയ സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞ തവണ ഓണപ്പരിപാടിക്ക് യൂണിഫോം ഇട്ട് ആളെ ഇറക്കി ചീമട്ട് എറിഞ്ഞ വൃത്തികെട്ടവനാ. എന്നിട്ട് അവൻ എന്റെ അടുത്ത് മോന്താൻ വന്നിരിക്കുന്നു. നീ പറ. ദേ, അയാള് പറഞ്ഞു. ഇവനെ ഞാൻ ഒഴിക്കണം കൂടെ. എന്നാ ശരി, ഞങ്ങൾ ധരിക്കട്ടെ. രംഗം 6 രാവിലെ 11:30. കസേര മാത്രമല്ലോ. ഇതാണ് ഇവിടത്തെ പാട്ട് ക്ലബ്ബ്. ആദ്യം കുറെ കസേര എത്തും, പിന്നെ ഇവിടെ എവിടെയോ. കർത്താവേ, ചേടാ, ഇവനിതാ പോയി. ഞാൻ എബി. ചെറുതായിട്ടൊക്കെ. തക്കുടുവാ. സിജു. ആക്ച്വലി ഞാൻ ഈ അസോസിയേഷനിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു പാട്ട് ക്ലബ് എന്ന ഐഡിയ തന്നെ ഉണ്ടായത്. നിങ്ങളെ പോലുള്ള എനർജറ്റിക് ആളുകൾ വരണം. പാട്ട് മാത്രമല്ല, അടുത്ത മീറ്റിംഗിൽ ഞാൻ ഡാൻസിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. നാശം, എല്ലാം എണി എടുത്ത് തല വെച്ചോ. അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി ഓടിക്കോളും. ഡു യു സിംഗ് കല്യാണത്തേന്നില്ല? ഇല്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ആന്റി വിടുന്ന ലക്ഷണമില്ലല്ലോ. കല്യാണത്തെ നില കായ്ച്ചാത പാൽ നില നീ താനവാനില എന്നോട് വാനില. ഷിറ്റ്, ഇത് ആ ബാഹുലിന്റെ പണിയാണ്. ഇവിടെ ആർക്കും ഒരു പഞ്ച്വാലിറ്റി ഇല്ല. ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിൽ എല്ലാവരും എത്തണം. ഇതെന്താ, ബാക്കി എല്ലാവരും വെറുതെ റെസ്റ്റ് എടുക്കുവാണോ? ഓ സോറി, ഞാൻ ലേശം ലേറ്റായി. പതിവ് പരിപാടി തന്നെ, ഒരു തെണ്ടി എത്തിയിട്ടില്ല. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? കഴിഞ്ഞ 8 ഓണം നമ്മളും നടത്തിയതല്ലേ? പഞ്ച്വൽ, അതാണ് ആദ്യം വേണ്ടത്. അവിടെ ഇവിടെ. ആ, അപ്പൊ എല്ലാരും ആയില്ലേ? നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഫണ്ടിന്റെ കാര്യം പറയാം. അതിന് ഫണ്ട് വരുന്നത് വേണ്ട. പൂക്കളത്തിന് 25,000 രൂപ. ആശാനെ, അത് കയ്യിൽ വെച്ചാൽ മതി. ആ ഉടുപ്പി ദോശ വലപ്പുള്ള പൂക്കളത്തിനാ. കഴിഞ്ഞ തവണ 2,500 മുമ്പ് ചെയ്തത്. അത് പറയുന്നു. അതിന് മുന്നത്തെ തവണ ഞങ്ങളുടെ സോളോ സെക്കൻഡ് ഫ്രീ ആയിട്ട് ചെയ്താണ്. അപ്പൊ അതിൽ ഇനി വലിയ ചർച്ച വേണ്ട. അടുത്തത് സദ്യ, ഇലക്ക് 550 രൂപ. 5,500. ആരുടേത്? എന്റെ കർത്താവേ, സഭാഷ് മര്യാദ. ഇനി പറ, കേക്കട്ടെ.
ഹായ് ഗായ്സ്, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഒട്ടും late ആയില്ല. തുടങ്ങാൻ പോലേ ഉള്ളൂ. ആശാനെ അതെ അതെ അതെ. അപ്പൊ പൂക്കളം 30,000 ഓ യാ. അടിപൊളി അടിപൊളി. എല്ലാവരും ഒന്ന് കഴിച്ച മാസാക്കി. സദ്യ ഇല ഒന്നിന് 700. മതി മതി, എല്ലാം ഓക്കെയാണ്. ഓ ബാഹുൽ, യു സോ സ്വീറ്റ്. ഞാനും. അപ്പൊ ശരി ഗായ്സ്, ബൈ. രംഗം 7, ഉച്ചയ്ക്ക് 2 മണി. പാട്ട് കേട്ട് തുടങ്ങി. ബാബുൽജി, ഇതെന്താ ആരെങ്കിലും പിടിച്ച് തല്ലിയോ? കാശ് കൊടുത്ത് കൂപ്പൺ വാങ്ങി സദ്യ കഴിക്കാൻ പോയതാ. ഒന്നും തള്ളും ഓപ്പിലാ സദ്യ. ബേബി, നിനക്കറിയോ, ഞാൻ പണ്ട് ഓണം നടത്തിയപ്പോൾ ബാബുജി ഇത്തിരി തിരക്കുണ്ടേ. മുൻ സെക്രട്ടറിയാൽ മൊത്തത്തിൽ മൂവന്തി താഴ്വരയിൽ അപ്പൊ എന്താ പരിപാടി? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇയാള് എങ്ങോട്ടാ? ഓ, ഇപ്പോഴും ഓർമ്മ വന്നത്. തിരുവാതിരയുണ്ട്. നമുക്ക് പോടാ. നിനക്ക് വേറെ പണിയില്ലേ? പിള്ളേരെ സ്കൂളിൽ വിട്ട് നാട്ടുകാരും കമന്റ് അടിച്ചിരിക്കണ കുറെ കൈ കിളവിമാരടാ. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ? ഒരു മാറ്റില്ലല്ലേ? നീ വാടാ. രംഗം 8, വൈകുന്നേരം 4 മണി. സദ്യ എങ്ങനെ? സദ്യ പൊളിച്ചു. അപ്പൊ വാ, ഇനി കുറച്ച് ബലം പിടിക്കാം. ഞാനില്ല. അപ്പൊ ശരിയാശനെ, ഓൾ ദി ബെസ്റ്റ്. ബാബുജി, ഓൾ ദി ബെസ്റ്റ്. താഴെപ്പുറത്തോടോ. ഞാനിവിടെ നിക്കട്ടാ. ഞങ്ങൾക്ക് യൂണിഫോം ഇട്ട് ഗ്രൂപ്പാണ്. എന്ത് യൂണിഫോം? കണ്ടില്ലേ തോർത്ത്? ഇപ്പഴാ വരടാ അങ്ങോട്ട്. പിന്നെ ബാബുജി, ഏതാണ് വലിയ അങ്ങോട്ട്? താൻ പോടോ. ഇതാരാ? നിന്റെ കുഞ്ഞുമോടെ മാപ്പിളയാ? ഇവരൊക്കെ ആരാടാ? എനിക്കറിയാൻ പാടില്ല. പോഞ്ഞേ പണ്ടേ ഉള്ളതാ നിനക്ക് ഈ കുത്തിക്കല്ലേ? അത് തന്നെ അത് തന്നെ. ഞാനും കണ്ടതാ. എബിക്കുട്ടാ, നീയാ? അതിനിടയ്ക്ക് വർത്താനം പറയണ. നീ പോടാ വരുത്താ. അയ്യോ, ആരാ എന്റെ കുട്ടി തല്ലിയത്? ജിക്കെ അടിക്കണവനെ. അയ്യോ പോഞ്ഞേ, ആശാനെ പേടിക്കണ്ട, ഓടിക്കോ. രംഗം 9. വച്ചിട്ട് പോടാ. ആശാനെ, ബാഹുൽജി, ഇതൊക്കെ ശരിയാണോ? അവനെ തല്ലി. ഓ പൂവരാശാൻ. ഒരെണ്ണം എനിക്കും കിട്ടിയാ മതിയായിരുന്നു. എണീക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അപ്പം നിനക്ക് ഡാൻസ് കളിക്കണം, വടം വലിക്കണം, എന്തൊക്കെ ആയിരുന്നു. എന്ത് മനുഷ്യരാടാ. മാടനും മറുതയും കരടിയും പുലിയും എല്ലാം ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ശരിയാ, ഒന്നും വേണ്ടായിരുന്നു. കുഴപ്പമില്ലടാ. നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് ഡാൻസ് കാണാൻ. Mani nagara, tangati
രവിക്കുട്ടാ, അപ്പൊ എല്ലാം കിടന്നല്ലേ? അടുത്ത ഓണത്തിന് തീർച്ചയായും വരട്ടാ. എന്നാ പിന്നെ ഞാനും കൂടി ഒരു ഫ്ലാറ്റ് എടുത്ത് ഇവിടെ കൂടിയാലോ?